ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നെസീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റോളാണ്. ഏത്തപ്പഴം കൊണ്ടുള്ളൊരു സ്വീറ്റാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 2 ഏത്തപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് 2 ടീസ്പൂൺ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഇനി നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കാഷ്യും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വരട്ടെ. അത് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ചെറുകിയ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന രീതിയിൽ എടുത്താൽ മതി. അപ്പം വെള്ളം വറ്റി വന്നപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ആവുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴമാണ് ഇവിടെ ചേർക്കുന്നത്. നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണിത്. നന്നായി പഴുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് ഉടഞ്ഞു കിട്ടും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടെ ഒന്നിച്ച് പൊടിച്ച് വെച്ചതാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് സിനമൺ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകുന്നവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. പഴമൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് അതിന് ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1/2 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളെടുക്കുന്ന അനുസരിച്ചുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അധികം ടൈറ്റ് ആവാനും പാടില്ല, അല്ലെങ്കിൽ ലൂസ് ആവാനും പാടില്ല. ആ ഒരു രീതിയിലുള്ള ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് അതിലോട്ട് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇനി ഒരു ഭാഗം ഒന്ന് ആ ഒരു ഹാഫ് വേവ് ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഹാഫ് വേവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് പോകരുത്. നമുക്ക് ഒരു ഹാഫ് വേവിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം.
ഞാനതിൽ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റോളാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ റോളാക്കി എടുക്കാം. ഇതുപോലെയാണ് റോളാക്കി എടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം റോൾ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം. അതിലോട്ട് ഞാൻ കുറച്ച് വൈറ്റ് എള്ള് ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാ വെച്ചാൽ നമ്മുടെ റോള് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബ്രെഡ് ക്രംസും എള്ളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഓരോ റോളും എടുത്തിട്ട് ആദ്യം മുട്ടയിൽ മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം. നന്നായിട്ട് എല്ലായിടത്തും ബ്രെഡ് ക്രംസ് വരുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. അതുപോലെ ബാക്കി വരുന്ന എല്ലാ റോളും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കുക. ഇനി ഇവിടെ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച റോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ബ്രെഡ് ക്രംസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ റോള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്വീറ്റ് റോളാണിത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.